ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അൽ ഷസാം. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നേരെ എവിടെ വന്നത്? ക്രിയേറ്റർ HQ'ൽ നമ്മളുടെ 1 ബില്യൺ സബ്മിറ്റ് ഇറക്കുകയാണ്. ആൻഡ് ഇത് സോഷ്യൽ മീഡിയ ലോകത്തിലുള്ളവർക്കുള്ള സ്വർഗ്ഗമാണ് ഗൈസ്. അയ്യോ, എൻ്റെ കൂടെ ഒരു പയ്യ ഉണ്ടായിരുന്നു, എവിടെയാണ് പോയതോ? അയ്യോ, അവിടെ പോയി. അയ്യോ, ആ ചെറുക്കനെ കാണാനില്ലടേ. അപ്പം ഞാൻ ഇവിടെ ഉള്ളത് ക്രിയേറ്റർ HQ'ലാണ്, എമിറേറ്റ്സ് ടവേഴ്സിൽ. ആൻഡ് ഇവിടെ ഒരു രക്ഷയില്ലടെ, വേറെ ലെവല് ക്രൗഡ്, മിസ്റ്റർ ബീസ്റ്റ്. ഞാനിപ്പം ഖാലിദിൻ്റെ ഒരു സ്പീച്ച് കണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇങ്ങോട്ട് ഓടുക, നമ്മുടെ ഇങ്ങേരോട്ടല്ല, അങ്കിൾ റോജർ അങ്ങേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങേരെ കാണാനായിട്ട് ഇങ്ങനെ ഓടെയാണ്. ഇവിടെ ഗൂഗിൾ ജെമിനി, നമ്മുടെ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, മിസ്റ്റർ ബീസ്റ്റ്, യൂട്യൂബ് എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളുടെയും ആൾക്കാർ അവരുടെ പ്രോഡക്ട്സുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റണത്. ഒരു രക്ഷയില്ല. ഇത്രയും ആൾക്കാർ പൈസ കൊടുത്തിട്ടാണ് വന്ന് ഇവിടെ നിൽക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം. നിൽക്കണം, ഒരു ടിക്കറ്റിന് 700 ദിർഹമായിരുന്നു. നല്ല കത്തിയ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് ബൂത്തുകളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ അപ്പുറത്ത് ചാടണം, DIFCയിലോട്ട്. എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. എന്തായാലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മറ്റൊരു വെന്യൂ ആണ് ഗൈസ്. അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവിടെ വരണം, എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണം, എന്നിട്ട് അവിടെ ഇവിടെ ഇന്ന് ഞാൻ നടന്ന് മരിക്കുന്നു മിക്കവാറും. അല്ലാതെ ഇന്ന് മിക്കവാറും ഒരു 20,000 സ്റ്റെപ്പൊക്കെ ഞാൻ നടക്കും. ഇന്ന് ഹെൽത്തി കുട്ടനാണ് ഞാൻ. യെസ്, അത് കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. അതുകൊണ്ട് ഞാനെന്തായാലും നോക്കുന്നില്ല, നടത്തം തന്നെ ഫുൾ ഓൺ, വേറെ ലെവൽ. ഇതാ ഓപ്പൺ ഡോറാ. മിസ്റ്റർ ബീസ്റ്റിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കേട്ടോ. ഒന്ന് അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കണമെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ ഇതൊക്കെ തന്നെ. അപ്പം എന്താണെങ്കിലും 1 ബില്യൺ ഫോളോവർ സബ്മിറ്റ്. എന്നെങ്കിലും ഞാനിവിടെയൊക്കെ വന്നിട്ട് ഗൈസ് ഹൗ ആർ യു ഗൈസ്, ഹൗ ഡു യു ഗൈസ് എന്നൊക്കെ ചോദിക്കും. നീ കണ്ടോ, നമ്മളെ വെയിറ്റ് ആൻഡ് വാച്ച്, നമ്മളത് ചെയ്തിരിക്കും. ഇപ്പം ഇത് ഇവിടുത്തെ ഉള്ളവർക്ക് നമ്മളറിയത്തില്ല, പക്ഷെ അവരറിയും. എന്താണെങ്കിലും മറ്റവനുമായിട്ടൊരു ഫോട്ടോയിലും കിട്ടിയാൽ മതിയായിരുന്നു. ആ നൈജിൽ എന്ന് പറഞ്ഞവനുമായിട്ട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്കിൾ റോജേഴ്സ്. ലെറ്റ്സ് സി. 12:05 എന്തോണ് പരിപാടി. ലെറ്റ്സ് സി. ഹല. അപ്പം ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. കണ്ടോ, ഇവരൊക്കെയാണോ ഇവിടെ സ്പീക്ക് ചെയ്യാൻ പോണ ആൾക്കാർ കേട്ടോ. ഈ സൈഡുണ്ട്, ആ സൈഡുണ്ട്. സോ യാ, ഭയങ്കര രസമുണ്ട് സംഭവം, നല്ല രസമുണ്ട് കേട്ടോ. അതായത് സോഷ്യൽ മീഡിയ പറ്റി അറിയാനായിട്ടുള്ള ആൾക്കാരുടെ ഒരു ദ്വരയില്ലേ, അതിവിടെ തീർക്കും. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. വെരി നൈസ്, നല്ല രസമുണ്ട്. ഞാൻ ഈ ബാക്കിൽ നിൽക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മുടെ ടോം ക്രൂസ് ഏതോ ഒരു മിഷൻ ഇമ്പോസിബിളിൽ കൂടെ ഓടിയത്. അല്ലാണ്ട് ഇതിൻ്റെ ഈ ലൊക്കാലിറ്റിയിലാണ് ടോം ക്രൂസ് ഇങ്ങനെ ഓടുന്ന സാധനമുണ്ട്. ബാക്കിൽ മറ്റേ സാൻഡ് സ്റ്റോം വരും, അത് ഇവിടെയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. പണ്ട് ഞാൻ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു വഴിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ മോനെ, നമ്മളിങ്ങനെ നോക്കി വേർത്ത് കുളിച്ച് വന്നിരിക്കുന്നത്. DIFC എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ആൾക്കാർ നല്ല വെൽ ഡ്രസ്സ് ചെയ്ത് നല്ല കാശുണ്ടാക്കുന്നവർ മൊത്തം ഇവിടെയായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അവിടെ വന്നാണ്, ആ സെയിം സ്ഥലത്താണ് ഞാൻ വന്ന് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ഇത്. തള്ള അങ്കിൾ റോജർ വന്നു ഗൈസ്, അങ്കിൾ റോജർ വന്നു. മച്ചാനാണ് മച്ചാൻ. Huge fan. Thank you very much. Really love your content. Thank you. I'm doing a talk here. Yes, I'm waiting for that. Yeah. നിങ്ങൾക്ക് അറിയായിരിക്കും, അയാൾ മറ്റേ ഫ്രൈഡ് റൈസ് ഒക്കെ റിവ്യൂ ആണ്. മറ്റേ ജെയ്മി ഒലിവറിനെ എടുത്തിട്ട് തൊലച്ച ഒരു മനുഷ്യനാണ്. റോസ്റ്റിംഗ്. പുള്ളി സ്റ്റാൻഡപ്പ് കോമേഡിയനുമാണ്. അപ്പോൾ പുള്ളിയുടെ ടോക്കിന് വന്നാണ് ഞാൻ നിൽക്കുന്നത്. പുള്ളി ടർക്കിയാണെന്ന് കാണട്ടെ. പുള്ളിക്കാരെ ഏതോ ഒരു മീഡിയ ഹൗസിന് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് പുള്ളിയുടെ ഫോട്ടോ, അതാണ് പുള്ളി. അല്ല, അങ്ങനെ അങ്കിൾ റോജറിനെങ്കിലും കാണാൻ പറ്റി. ദാറ്റ് ഈസ് വെരി നൈസ്. എടാ, ഈ പയ്യ ആരെന്നുണ്ട്, പക്ഷേ അവൻ കൊള്ളാം കേട്ടോ. യവൻ എയർപോർട്ട് സ്റ്റാഫായിരുന്നു. എന്നിട്ട് യവൻ നൈസായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ, ഈ ഗ്രൗണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കോണ്ടൻ്റ് എടുത്ത്
അങ്ങനെ ഫേമസ് ആയൊരു പയ്യനാണ് കേട്ടോ. UK ഗവൺമെൻറ് വരെ വിളിച്ചിട്ട് ഇവൻ്റെ അടുത്ത് അവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ, ഏവിയേഷൻ അംബാസിഡർ ആവാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ കൊള്ളാം കേട്ടോ. ദ എയർപോർട്ട് ഗൈ എന്നാണ് ഈ പയ്യൻ്റെ പേര്. അടിപൊളി, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി കേട്ടോ ഈ ചെറുക്കൻ്റെ. കൊള്ളാമല്ലോ പയ്യൻ. ഓ പൊളി, നിന്ന നിപ്പിലുണ്ടാക്കിയതാണ് ഒരു സാധനം വെച്ചിട്ട്. കൊള്ളാം കേട്ടോ, ചെത്ത് പയ്യൻ. ഓഹോ, കിടിലം പയ്യൻ കേട്ടോ. ആ ഇതൊക്കെ കഴിവാണ് കേട്ടോ. അതൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തോ. എന്തുമാത്രം ക്രിയേറ്റേഴ്സാണ് അവിടെ ഉള്ളത്. അങ്കിൾ റോജർ ദാണ്ടേ ഇവിടെ ഇരിക്കുന്ന ഫുഡ് ബ്ലോഗർമാരെയൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അയ്യോ ചിരിച്ചിരിച്ച് മരിച്ച്. ഇപ്പം മറ്റേ ടേസ്റ്ററിൻ്റെ കൊടുക്കണം. നമ്മുടെ ഫുഡ് റേഞ്ചറൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പുള്ളിയുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടിപൊളി മനുഷ്യന്. ഓ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ നമ്മുടെ അങ്കിൾ റോജറിൻ്റെ പരിപാടി കിടിലുമായിരുന്നു കേട്ടോ. അയ്യോ ഞാൻ ചിരിച്ച് ചത്ത്. നമ്മുടെ ഫുഡ് റേഞ്ചറിനെ അവരെവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് റോസ്റ്റ് ചെയ്ത് കൊന്നടേ. മൊത്തം ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, ബിക്കോസ് മൈക്കും ബഹളവും അങ്ങനെയൊക്കെ ആയതുകൊണ്ടേ. ഇതാണ് അടിപൊളി മനുഷ്യൻ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഒരു ടോക്ക് ഷോ വരുന്നുണ്ട്. സോ അത് അപ്പുറത്തെ സൈഡിലാണ്. സോ അതൊന്ന് പോയിട്ട് മിസ്റ്റർ ബീസ്റ്റിനെ ഒന്ന് കാണാൻ പറ്റുന്നവർ, കാണാൻ പാടാണ്. ലെറ്റ്സ് സീ ഗൈസ്. സ്നാപ്ചാറ്റിലെ പ്രേതം അതിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. ഇത് കൈ കാണിക്കോ? ഇല്ലല്ല, പാവം. So in case you missed our housekeeping notes earlier this morning, be sure to grab a headset right outside for translation. And with that being said, Mr. Beast alli. Mr. Beast! Mr. Beast in the house. ഇതാണ് മിസ്റ്റർ ബീസ്റ്റ് ഗൈസ്. Oh, there we go. How you guys doing? Thanks for coming out. I appreciate you guys all coming out here, and yeah, that was an amazing intro. Thank you to whoever edited that. That was my first time seeing it. You made me look really good. I appreciate it. But yeah, like the video said, we put out this initiative not too long ago, last November, where we asked people to do an act of kindness and post online to inspire people to do good. And like it was saying, we picked 10 random people, or 10 people based on certain criteria that we thought would be great to bring out and do a project with us. And I don't know, is there more we should talk about before I jump into it? ഓ ഈ 10 ക്രിയേറ്റേഴ്സ് ഗാനയെ പോവുകയാണ് ആഫ്രിക്കയിൽ. കൊള്ളാം കേട്ടോ, നല്ല ഇനിഷ്യേറ്റീവ് ആയിരുന്നു. വെരി നൈസ്. ഇന്ത്യത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു മൾട്ടി കൾച്ചറൽ പരിപാടിയാണ്. ഇതാരെന്നറിയോ? ഇതാണ് ജോർജ് വർക്കി. പുള്ളിയാണ് ജെംസ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഓണർ. ഇനി ഒരു ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാൻ പോകണമെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് 2 പൊക്കമുള്ള ചെറുക്കന്മാരാണ്. ശരി അമ്മോ, 2 ഒട്ടും പൊക്കമില്ലാതെ 2 ചെറുക്കന്മാർ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതൊരു വല്ലാത്ത പണിയാണ് കേട്ടോ. അതായത് രമണ, മിസ്റ്റർ ബീസ്റ്റിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അതായത് ഒരുപാട് നല്ലത്, അതായത് കുറേ ആൾക്കാരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് 10 ക്രിയേറ്റേഴ്സിനെ അവരെടുത്ത് ഈ ഒരു പരിപാടി എന്തോന്ന് ഗാനയിലോട്ട് പോകണം, ആഫ്രിക്കയിൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ. ഓ ഹായ് ബ്രോ, സുഖം. അപ്പോൾ ഗാനയിൽ പോകണം അവർ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട്. അതിൽ നമ്മളുടെ വലിയ ക്രിയേറ്റേഴ്സും ഉണ്ട്. നമ്മുടെ എന്തോന്ന്, നമ്മുടെ ഖാലിദുണ്ട്, നമ്മുടെ ആഡമുണ്ട് കേട്ടോ. എനിക്ക് ആഡത്തിനെ കാണണമെന്നുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ. മിസ്റ്റർ ബീസ്റ്റ് ഒന്നും ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ പുള്ളി നല്ല കാര്യമാണ് ചെയ്യുന്നത്, അതൊക്കെ ഓക്കെ.
എനിക്ക് ആഡം എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യണം. അയ്യോ എൻ്റെ പറ്റും ഈശ്വര പണിയായി. ഒരു മനുഷ്യൻ ഉണ്ടടെ, ഞാൻ അങ്ങേരെ കാണണമെന്നുണ്ട് ഒന്ന്. എനിക്ക് രണ്ടാമത്തെ കാര്യം നല്ല വിശപ്പുണ്ട് അതിന്. അപ്പം എന്താണെങ്കിലും ആ ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. സോ ഇതല്ല, അതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഇതേപോലത്തെ ഒരുപാട് സ്റ്റോർസും പരിപാടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ലവിൻ ദുബായ്. നിങ്ങൾക്ക് ദുബായ് പറ്റി എന്തെങ്കിലും ന്യൂസും കോപ്പൊക്കെ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ പേജാണ്, അടിപൊളി പേജാണ്. പിന്നെന്തോന്ന്, ഒരു സായിപ്പ് ഫോണ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. ഇത് സസ്റ്റൈനബിൾ സിറ്റി. ഇതെന്തോന്നോ കാപ്പി കടയാണ് അവിടെ. പിന്നെന്താ ദൂ സ്റ്റേജ്. ഓ ഇതാണ് ദൂ സ്റ്റേജ് അല്ലേ. ഓക്കേ. സൈബർ ട്രക്ക്, ഹോം ബേക്കറി എന്ന് പറയണ്ട. ഇവിടെ വലയാൻ പോണത് ഫുഡിൻ്റെ കേസിലാണ് കേട്ടോ. ഇവിടെ ഈ കഫയും കുഫയൊക്കെ മാത്രമേ ഉള്ളൂ. തേഞ്ഞൊട്ടി ഉള്ളത് കഴിക്കുക, അല്ലാണ്ട് നമുക്കിവിടെ സൈബർ ട്രക്ക് കിടപ്പുണ്ട്. ഗൈസ് സൈബർ ട്രക്ക് അല്ല, സൈബർ പങ്ക കൊള്ളാം. എന്താണെങ്കിലും സൈബർ ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. ഡിയാക്കിലൊരു കഫേ. ഓ ഇവിടെ ഇരുന്ന് ഈ പരിപാടി കാണാം. പിന്നെ നമ്മളെന്തിനാണ് അകത്ത് പോയിരുന്നത്? ഇവരാണ് സ്മാർട്ടായിട്ടുള്ള മനുഷ്യർ. ഫുഡും കഴിച്ചിരുന്ന് മിസ്റ്റർ ബീസ്റ്റിൻ്റെ സാധനം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളവിടെ വിശന്ന് കൂട്ടിയിരിക്കുകയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. എൻട്രൻസ് ഓൺലി ഫോർ. എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ. ഇതെന്താ DIFC? ഇതെന്താ അൽഫ? ആൾക്കാർക്ക് എന്തോ ഫ്രീ ആയിട്ട് എന്തോ കൊടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഇവർ കാശ് കൊടുത്ത് മേടിക്കണതാണ്. വി ആർ ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ മേക്ക് മണി ഓൺലൈൻ. ഓക്കെ. ഓ ഞാൻ ഇത് കണ്ടിട്ടാണ് വന്നത്. എൻ്റെ പൊന്നളിയാ, കിടിലം കളറും കിടിലം കാറും നല്ല പ്രസൻറ്റേഷനും. ഇത് BMW-ൻ്റെ ഇതാണ്. ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് നോക്കാം. ഓ M5 ടൂറിങ്. M5 ആണ് കിടക്കണത്, റെഡ്. പൊളി മോനെ സിമുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് ചെയ്യണം. F1-ൻ്റെ ഇതിൽ സിമുലേഷൻ ചെയ്തേക്കുന്നത്. അയ്യോ, എന്നിട്ട് ആ വണ്ടി അനങ്ങണടേ. അയ്യോ അത് പൊളി. ഇത് സൂപ്പർ കേട്ടോ. ഓ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ എനിക്ക്. മോനെ ആസ്റ്റൺ മാർട്ടിൻ്റെ ആണ്. അനങ്ങണടേ, ഫുൾ സാധനം അനങ്ങണം. നമ്മൾ വളയണം തിരിയണം അനുസരിച്ച്. ഇവിടെ Insta360യുടെ ബൂത്താണിത്. ഇവിടെ വന്ന മറ്റേ Insta360യുടെ പുതിയ ക്യാമറയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നോക്കാം. ഇവരെ ഒരു പുതിയ വീഡിയോ ക്യാമറ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതെന്തോ പെപ്സിയുടെ പുതിയ ഫ്ലേവറുടെ വൈൽഡ് ജെറി എന്ന് പറഞ്ഞിട്ട്. ആമസോൺ ഇൻഫ്ലുവൻസേഴ്സ്. ഇതെന്തോ സാധനം? എന്താണ് സാധനം എന്ന് അറിഞ്ഞൂടാ. എന്തോ ബാഗാണ് കേട്ടോ. ഏവന്മാരാണോ? ഇവിടെ എന്തോ പോഡ്കാസ്റ്റ് പരിപാടിയൊക്കെ നടപ്പുണ്ട് കേട്ടോ. ഹലോ, അതന്നെ ഇവർ എന്തോ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതാണ് റെഡ് ബുളിൻ്റെ ലോഞ്ച്. ഇവിടെ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് വരാം. ഇവിടെ ഉണ്ട് കേട്ടോ ഗെയിമിംഗ് പരിപാടി. ഇവിടെയും നമുക്ക് ഇതേപോലെ സിമുലേഷൻസ് കളിക്കാം. അപ്പുറത്ത് പോഡ്കാസ്റ്റ്. പക്ഷെ അടിപൊളി സെറ്റപ്പ് കേട്ടോ പോഡ്കാസ്റ്റിൻ്റെ. നോക്കിയാണ് എന്ത് രസം. നോക്കിയാണ് അടിപൊളി പോഡ്കാസ്റ്റ് സെറ്റപ്പ്. ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഹലോ, സുഖം. എന്തുണ്ട്? എവിടെ വർക്ക് ചെയ്യുന്നത്? ഗ്രാൻഡ് സ്റ്റോറാ? ഓ നൈസ്. ഹായ് പറഞ്ഞു. അഡ്വാൻസ് മീഡിയയും ഗ്രാൻഡ് സ്റ്റോറും ഇത് രണ്ടുമാണ്. പുന്തിര പുകയൊക്കെ അടിക്കണം കേട്ടോ. സ്മോക്കറാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും രണ്ട് കിടിലൻ ടീംസാണ്. നിങ്ങൾക്ക് ടെക്ക് സാധനങ്ങൾ, അതായത് ക്യാമറ തുടങ്ങിയ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ദീസ് പീപ്പിൾ ആർ ദ വൺ. അതുകൊണ്ട് അരാമിക്സിൻ്റെ ലൈറ്റ് ഉണ്ട്, തൂങ്ങിക്കിടക്കണം. കിടില സാധനമാണ്. അത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് നമ്മളെ മണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജില്ലെന്നിരിക്കും ലൈറ്റിംഗ് ഒക്കെ. നമ്മുടെ ഈ പുള്ളിയെ നിങ്ങൾ കാലിതിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടാണ്. ഇതാണ് മിസ്റ്റർ ടേസ്റ്റർ, ഒരു ഫുഡ് റിവ്യൂവറാണ്. പൊളി മനുഷ്യനാണ്. ഇത് ഞാൻ ലോകത്തിൽ ആദ്യമായിട്ടാണ് അക്വാഫീനയ്ക്ക് അങ്ങനത്തെ ഒരു കുപ്പി കാണുന്നത് കേട്ടോ. അത് അക്വാഫീനയുടെ കുപ്പിയാണ് ചേച്ചി പൊട്ടിക്കുന്നത്.
എനിക്കത് കൈ കൊണ്ട് മറച്ചേക്കണുണ്ട്. കണ്ടെന്ന് നോക്കിയാൽ അക്വാ ഫീനേര സോഡയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇൻസ്റ്റാ 360 അവിടെ വീഡിയോ നടക്കുകയാണ് കേട്ടോ. വീഡിയോ ഷൂട്ടും ബഹളവും ഒക്കെയാണ്. പിന്നെ അവരെ പുതിയ പ്രോഡക്ട്സ് അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് സാധനം കണ്ട ഇൻസ്റ്റാ 360 വെബ് ക്യാമറ, നല്ല കോപ്പി റൈറ്റ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇവിടെ മടാന്ന് വെച്ചിട്ടുണ്ട്. കൊച്ചിന് എന്തോ ആ കൊച്ചിൻ്റെ ക്യാമറ വേണം വന്നു കഴിക്കണം, ഫുഡ് കഴിക്കണം, അതാണ് മെയിൻ. ഇവിടെ മറ്റേ പൊക്കമുള്ള ചേട്ടന്മാരെത്തി കേട്ടാ. എൻ്റെ പൊന്നളിയോ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രണ്ടുപേരെ. എന്നെ കാട്ടിലും പൊക്കമുണ്ട്. നല്ല മനുഷ്യരാ. ഇവിടെ ആ സാധനം കൊള്ളാം കേട്ടോ. ഇവിടെ നിന്ന് സെൽഫി എടുക്കണം, എന്നിട്ട് അത് അവർ എന്തോ ഒരു സാധനത്തിൽ വരച്ച് തരും. ഇവിടെ ഐറ്റം കൊള്ളാം കേട്ടോ. ഇത് ഫ്രീ ആണോ തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ആ റോബോട്ടിക് ഹാൻഡ് അത് പേന വെച്ച് വരച്ച് തരും. നമ്മുടെ എൻ്റെ ഫോട്ടോ വരയ്ക്കണുണ്ടോ? റോബോട്ടാണ് വരയ്ക്കണം. പക്ഷെ എൻ്റെ പൊന്നെ റോബോട്ടെണ്ണ നിങ്ങൾ കൊള്ളാം കേട്ടോ. ഇതെൻ്റെ ഫോട്ടോ എന്നി ആണെന്ന് തോന്നണം കേട്ടോ. വരയ്ക്കണുണ്ടോ? അയ്യോ, റോബോട്ടെണ്ണ ഒരു കലാകാരൻ തന്നെ. എടാ അടിപൊളി കേട്ടോ. അത് വെരി നൈസ്. നല്ല രസമായിട്ട് ചെയ്യണം. നോക്കിയാണ് എന്നെ പോലെ ഇരിക്കുമെന്തോ പണ്ടാരം. ഏറെക്കുറെ എന്നെ പോലെ ഉണ്ട്. ജോലൈനും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. എന്താണോ മീശി താടിയാ? ഓ ഓ ഓ ഓ ഞാൻ പറഞ്ഞേ ഏറെക്കുറെ എന്നെ പോലെ ഒക്കെ ഉണ്ടോ? ഞാൻ തന്നെ സെറ്റ് കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. ഗൈസ്, എൻ്റെ പടം റോബോട്ട് വരച്ച പടം കണ്ടല്ലോ. ഏറെക്കുറെ എന്നെ പോലെ തന്നെ കേട്ടോ, സംശയമൊന്നുമില്ല. എൻ്റെ ജനം കൂടിയടേ, ഇഷ്ടം പോലെ ആൾക്കാർ. ഇതേത് ആര് മറ്റേ ഗോജോയാടേ, ഉള്ള ഗോജോനെ പോലത്തെ ഒരു പയ്യെ. ഇവിടെ യൂട്യൂബിൻ്റെ ഇത് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ എന്തോന്നാണോ യൂട്യൂബിൻ്റെ അകത്തൊക്കെ നമ്മുടെ അന്നം തറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഓരോ ആൾക്കാരുടെ ഓരോ ക്രിയേറ്റേഴ്സിൻ്റെ മെർച്ചൻഡൈസ് അവർ വന്ന് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളെ പുച്ഛം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വന്നിരുന്ന് വിൽക്കാമായിരുന്നു. പക്ഷെ നമ്മളെ പുച്ഛം ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. യൂട്യൂബിൻ്റെ അകത്ത് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ എന്തോ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് സീ. ഒന്നുമില്ല, നമ്മൾ തന്നെ ഈ സാധനം സ്കാൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഗൈസ്, നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ച് വയ്ക്കാം, വേണമെങ്കിൽ ചെയ്യാം. Can I take one? എനിക്കറിയാവുന്ന ഒരു പയ്യനെ കണ്ട്. ഹായ് ഗൈസ്, പേരെന്താ? സുഹൈബ്. നമ്മൾ ഈ സാധനം ഇത് വരും തെളിയും. ഇത് നമ്മളിതുണ്ട് അവിടെ ഫിറ്റ് ചെയ്യും. എന്താണ് പേര്? അബി. ഇത് കിട്ടിയല്ലോ എനിക്ക്. യൂട്യൂബിൻ്റെ തന്നെ. നൈസ്. ഇതാണ് യൂട്യൂബിൻ്റെ ഓഫീസ് നമ്മുടെ ദുബായിലെ. ഓ ഓക്കെ. അങ്ങനെ ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ മോന്തവിടെ ആരും മറന്നു വേണ്ട. ഇതേപോലെ പിന്നെ കാലിതെന്തോണം ഇവിടെ ടോക്കിൽ വരണം. വെൽക്കം. യൂട്യൂബിൻ്റെ തലങ്ങാണി ഹൗ ടു പ്ലേ. ഇത് പ്ലേ ചെയ്ത് വിൻ ചെയ്താൽ നമുക്ക് ഈ തലങ്ങാണി കിട്ടും കേട്ടോ. നൈസ് ഗെയിം, യുവർ നെയിം. വെറുതെ ചുമ്മാ കളിച്ചാൽ മതിയാ. AI ബ്ലോക്ക് പാർട്ടി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോന്നോ ഒരു സാധനം ഫോട്ടോ എടുത്തിട്ട് AI ജനറേറ്റ് ചെയ്യും. ഓ AI ജനറേറ്റിംഗ് എന്തോ സാധനമാണ് കേട്ടോ. There is for couple like two person or I think this specific feature that make me move at the moment, no, it's just like. This is coming to YouTube? So this is already available. You can access it now. Yeah? Yes. ഇതാണ് സോണിയുടെ സാധനം. Let me give you one of these. That's just our speakers for today. Okay, and it cool. only
actually happening in the room just there on the left hand side. താങ്ക് യു. സോണിയുടെ പരിപാടിക്കും ഇവിടെ ആളുകൾ ഇതാരുത് പോസ്റ്റ് ഓഫ് സുഷീമ ഇതൊക്കെയാണ് പോഡ്കാസ്റ്റിൻ്റെ സെറ്റപ്പ്. സോണിയുടെ മൈക്കും സോണിയുടെ ക്യാമറയും ആഹാ അടിപൊളി. ഇതെന്ത് സാധനോടെ ഫ്രീ ഫോർ ദ ഡേ. ഇത് സോണിയുടെ ടീഷർട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇവിടെ. വേണ്ട ബി ആൽഫ മെർച്ചൻഡൈസ് ഒഫീഷ്യൽ ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഗൈസ്. ഇതിൻ്റെ അകത്തെന്തോ ആണ് ഇവർ ഈ പറഞ്ഞ മറ്റേ സാധനം കളിക്കുന്നത് കേട്ടോ. ബിയർ ബോങ് ഇങ്ങനെ ഇട്ടിട്ട് കുപ്പിയിലിടണം. അതാണ് ബിയർ ബോങ്. ഇവിടെ കാപ്പി പരിപാടി ഒരു രക്ഷയില്ല. ഇന്നും നാളെ മറ്റന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ പായ നോക്കി മരിക്കാം. നല്ല പറയാമല്ലോ. ഇവിടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ മെർച്ചൻഡൈസും മുട്ടായിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് വരാം ഗൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്നൊന്നും ഒരു പിടിയുമില്ല. ഞാനിവിടെ ബർഗർ തിന്നാൻ വേണ്ടി വന്ന കേട്ടാ. ക്രൗൺ പ്രിൻസ് വരണമെന്നല്ലേ പറഞ്ഞ? നമസ്കാരം. അത് ശരി, ഏതൊരു മെയിൻ ആൾ വന്നിട്ടുണ്ട്. അതിനാണ് ഈ ജനക്കൂട്ടം എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ആൾക്കാരൊന്ന് മാറിയിരുന്നെങ്കിൽ ഫുഡ് അടിക്കായിരുന്നു. അതാണ് എൻ്റെ ഒരു മെയിൻ അജണ്ട ഗൈസ്. അങ്ങനെ ഞാൻ സോൾട്ടിന്ന് ഒരു ബർഗറും വെള്ളവും മേടിച്ച്. എൻ്റെ പൊന്നു മക്കളെ തല ഇറങ്ങി എൻ്റെ. എന്നിട്ട് വന്ന് നയിക്കുന്നത് വെയിലത്ത്. സൂപ്പർ, ഒന്നും പറയാമല്ലോ എനിക്ക്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ദേ നിൽക്കുന്നു ധ്രുവരാട്ടി. ഇനി കണ്ടില്ല എന്നൊന്നും പറയരുത് ആരും, കേട്ടല്ലോ. പുള്ളിയെടുത്തൊന്നും എനിക്ക് ചോദിക്കാനൊന്നുമില്ല. വല്ലാത്ത മനുഷ്യൻ തന്നെ. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നത്. നാട്ടിക്കാൻ വേണ്ടി നടക്കാനല്ലടാ രണ്ടെണ്ണം കൂടെ. താങ്ക്യൂടാ. ദുരുപരാട്ടിയൊക്കെ ഉണ്ട്. ഒരു സെൽഫി എടുക്കട്ടെ കൈ. എടാ കള്ളാ, നല്ല ഫോട്ടോ എടുത്തല്ലോ ആരും ഇല്ലാതെ തന്നെ. അതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ച്? എടാ 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 ഞാനും ബിഗ് ഫാനാണ്. ഓ അടുത്ത ഞാൻ ഫോട്ടോ ആടാ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടു. 2x മതി, 1x കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് സെറ്റിംഗ്സ് എന്തെങ്കിലും ആയിട്ടില്ല. വീഡിയോ എക്സ്പോസ് ചെയ്യാം. പുള്ളിയുടെ ബൈക്ക് പുള്ളിയുടെ കയ്യിലായി പോയി. क्योंकि काफ़ी लोग जो मिल रहे हैं मैं ഇവിടെ വൻ സീനാണ് കേട്ടോ. പുള്ളി ബിസിയോടെ ബിസി. അവർ 2 ഫോണായിട്ടൊക്കെ ഇരിക്കണം. അതിൻ്റെ ടോണ് കണ്ടോ, കളർ ടോൺ അടിപൊളിയല്ലേ. ഇത് ലൈക്കയുടെ ഒരു ക്യാമറയുടെ കളർ ടോണാണ്. നല്ല രസമാണ്. എനിക്ക് 2x ആയിരിക്കും കറക്റ്റ് അല്ലേ? പുള്ളി ബിസിയാണ് ഗൈസ്. എനിക്ക് ഇത്രയും പറയുള്ളൂ. യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് ഗട്ട്സിയസ്റ്റ് ഹ്യൂമൻ ബീയിങ് ഐ ഹാവ് എവർ സീൻ എന്ന് മാത്രം എനിക്ക് പറയാം. അത്രേ ഉള്ളൂ ബ്രോ. Hi from Kerala, and you are doing an amazing job. You are the most gutsiest person I have met. How do you do that? Like, where do you get all these? I just do what I do. 2.4 million followers in Instagram. Yeah, man, from Kerala. You won't say it, so Yeah, what's your? It's tech. Basically, I have a tech channel, a movie reaction review, and a vlog. Like 3 channels. Oh, really? Yeah, okay, yeah, that's 3 different. Yeah. Malayalam audience. Yeah. I have been to Kerala multiple times. I really enjoy it there. It's really one of the nicest places to be in India. Thank you. It was again
നൈസ് മീറ്റിംഗ്. ക്യാൻ ഐ ടേക്ക് എ പിക്ചർ? Yeah. ഇപ്പം കൊള്ളാം. എൻ്റെ പേരെന്താ? യാസർ. യാസർ എന്നാണ് പേര്. നമുക്കൊരു കൂട്ടുകാരനുണ്ട് യാസർ എന്ന് പറഞ്ഞിട്ട്. താങ്ക് യൂടാ യാസറേ. നിനക്ക് എന്താണ്? 2 minutes. എന്നാ മാഗി ഉണ്ടാക്കാനേ. ക്യാമറ ഓഫ് ചെയ്തിട്ടാ തളക്ക് വിളിക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് ചീത്ത വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഗൈസ് അങ്ങനെ ഇന്നത്തെ ഡേ 1 ഓഫ് ക്രിയേറ്റർ HQ ഞാനിവിടെ നിർത്തുകയാണ്. മടുത്ത്. ഇനിയും പരിപാടിയുണ്ട്. 11 മണി വരെ പരിപാടിയുണ്ട്. 11 മണി വരെ ഈ റൂമിലും പല റൂമുകളിലും വർക്ക്ഷോപ്പുകളും മറ്റതും മറിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ മടുത്തു. നാളെ വിൽ സ്മിത്തും ടീമുകളുടെയൊക്കെ ഒരു പരിപാടിയുണ്ട്. അത് പറ്റുമെങ്കിൽ നാളെ രാവിലെ വന്ന് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ രാവിലെ എണീച്ച് വരാനുള്ളൊരു ആംബിയർ ഉണ്ടെങ്കിൽ ഞാൻ വരും. ഇല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണേ കേട്ടോ. തൽക്കാലത്തേക്ക് ബൈ.